പ്രണയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും ആരുടെങ്കിലും പ്രണയം തോന്നാത്തവരായി ആരും തന്നെ കാണില്ല. പ്രണയത്തിന് പ്രായം, നിറം, ജാതി, മതം എന്നൊരു വ്യത്യാസവുമില്ല. ആർക്കും എപ്പോഴും ആരോട് വേണമെങ്കിലും തോന്നാവുന്ന ഒന്നാണ് പ്രണയം. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒരേപോലെ ആസ്വദിക്കുന്ന ഒരു ദിനമാണ് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഈ ദിവസം പ്രണയിക്കുന്നവരുടെ ദിവസമാണ്. ഈ ദിവസം പങ്കാളികൾ ഒരുമിച്ച് സമയം ചിലവഴിക്കുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യും. ഇന്ന് പ്രണയദിനം മാത്രമല്ല ആളുകൾ ആഘോഷിക്കുന്നത്, അതിനു മുന്നേ വരുന്ന ദിവസങ്ങളും ആഘോഷിക്കാറുണ്ട്. ഇതിന് വാലന്റൈൻസ് വീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഫെബ്രുവരി 7 മുതൽ ഫെബ്രുവരി 14 വരെയാണ് വാലന്റൈൻസ് വീക്ക്. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഫെബ്രുവരി 7 റോസ് ഡേ ആണ്. ഫെബ്രുവരി 8 പ്രൊപ്പോസ് ഡേ. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ. ഫെബ്രുവരി 10 ടെഡി ഡേ. ഫെബ്രുവരി 11 പ്രോമിസ് ഡേ. ഫെബ്രുവരി 12 ഹഗ് ഡേ. ഫെബ്രുവരി 13 കിസ് ഡേ. ശേഷം ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. പ്രണയിതാക്കൾ തങ്ങളുടെ പങ്കാളിയോടൊത്ത് പ്രണയം ആസ്വദിക്കുവാൻ ഈ ദിവസവും മാറ്റിവെക്കുന്നുവെങ്കിലും ഈ ദിവസത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1-2 വർഷം മുൻപത്തെ ചരിത്രം എന്നതിനപ്പുറം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ചരിത്രത്തിന്. വാലന്റൈൻസ് ഡേയുടെ ചരിത്രം ഇതാണ്. വാലന്റൈൻസ് ഡേയുടെ ചരിത്രം ഉറങ്ങുന്നത് പുരാതന റോമിലാണ്. ചരിത്രത്തെക്കുറിച്ച് പല കഥകളും പ്രചരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും പ്രശസ്തമായത് സെന്റ് വാലന്റൈൻ എന്ന പുരോഹിതന്റെ കഥയാണ്. ക്ലോഡിയസ് രണ്ടാമൻ 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്ന കാലത്ത് ഒരു വിചിത്ര നിയമം രാജ്യത്ത് അവതരിപ്പിച്ചു. അന്നത്തെ സൈന്യത്തിലുള്ള യുവാക്കളായ സൈനികർ വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹിതരായ സൈനികരെക്കാളും അവിവാഹിതരായ സൈനികർക്ക് നല്ല പോരാളികൾ ആകാൻ സാധിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. എന്നാൽ ചക്രവർത്തിയുടെ ക്രൂരമായ ഈ നിയമത്തെ വാലന്റൈൻ എന്ന പുരോഹിതൻ എതിർത്തിരുന്നു. അദ്ദേഹം രഹസ്യമായി സൈനികർക്ക് വിവാഹം നടത്തിക്കൊടുത്തു. എന്നാൽ വാലന്റൈൻ പുരോഹിതൻ വിവാഹം നടത്തിക്കൊടുക്കുന്ന വിവരം ചക്രവർത്തിയുടെ കാതുകളിൽ എത്തുകയും ചക്രവർത്തി അദ്ദേഹത്തെ തടവിലാക്കുകയും പിന്നീട് വധശിക്ഷയെ വിധിക്കുകയും ചെയ്തു. വാലന്റൈൻ പുരോഹിതൻ തടവിൽ കഴിയുന്ന സമയത്ത് അവിടുത്തെ ജയിലറകളുടെ അന്ധയായ മകളുമായി സൗഹൃദത്തിലാകുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ആ കുട്ടിക്ക് കാഴ്ച ലഭിക്കുകയും ചെയ്തു എന്നൊരു വിശ്വാസവും ഉണ്ടായി. വധശിക്ഷയ്ക്ക് തൊട്ടുമുൻപ് വാലന്റൈൻ പുരോഹിതൻ ആ പെൺകുട്ടിക്ക് ഒരു മനോഹരമായ കത്തും അയച്ചിട്ടുണ്ടായി. ആ കത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം എഴുതിയത് ഫ്രം യുവർ വാലന്റൈൻ എന്നാണ്. AD 270 ഫെബ്രുവരി 14 ക്ലോഡിയസ് രണ്ടാമൻ നിർദ്ദേശപ്രകാരം വാലന്റൈൻ പിതാവിനെ വധിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരവിന്റെയും സ്മരണയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ദിവസം വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത്. ലൂപ്പർകാലിയ ഉത്സവവും വാലന്റൈൻസ് ഡേയും ആദ്യകാലത്ത് വാലന്റൈൻസ് ഡേ മതപരമായ ആഘോഷമായിരുന്നു. എന്നാൽ പിന്നീട് ഇത് വസന്തകാല ഉത്സവങ്ങളുടെ ഭാഗമായി. പുരാതന റോമിൽ ഫെബ്രുവരിയുടെ പകുതിയിൽ ലൂപ്പർകാലിയ എന്ന ഉത്സവം നടക്കാറുണ്ടായിരുന്നു. ഈ ഉത്സവം പൂക്കൾ കൈമാറുന്ന ഒന്നായിരുന്നില്ല. ഫലഭൂഷ്ഠതയ്ക്കും ശുദ്ധീകരണത്തിനും വേണ്ടിയാണ് നടത്തുന്നത്. ഫെബ്രുവരി 13 മുതൽ 15 വരെയായിരുന്നു ലൂപ്പർകാലിയ ഉത്സവം ആഘോഷിച്ചിരുന്നത്. ഇതിൽ മൃഗങ്ങളെ ബലി നൽകിയിരുന്നു. ഒപ്പം ആ മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ച് പുരുഷന്മാർ സ്ത്രീകളെ അടിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ അടിക്കുന്നത് സ്ത്രീകളെ ഗർഭധാരണത്തിനു സഹായിക്കും എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. എന്നാൽ പിന്നീട് ക്രിസ്തുമതം വ്യാപിച്ചതോടെ പോപ്പ് ഗലാസിയസ് രാജ്യത്ത് നിന്നും ലൂപ്പർകാലിയ ആഘോഷം നിർത്തലാക്കി. ശേഷം ഫെബ്രുവരി 14 സെന്റ് വാലന്റൈൻസ് ദിനമായി പ്രഖ്യാപിച്ചു. ഇന്നത്തെ വാലന്റൈൻസ് ഡേ. ഇന്ന് ലോകം മുഴുവൻ വാലന്റൈൻസ് ഡേക്ക് മുൻഗണന നൽകുന്നുണ്ട്. പരസ്പരം പ്രണയം കൈമാറുവാനും സമ്മാനങ്ങൾ നൽകുവാനും ഈ ദിവസം ആളുകൾ ഉപയോഗിക്കുന്നു. പ്രണയത്തിന്റെ മുഴുവൻ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് ആളുകൾ ഈ ദിവസം ആഘോഷിക്കുന്നത്. ഏവർക്കും ന്യൂസ് 99 കേരളയുടെ വാലന്റൈൻസ് ഡേ ആശംസകൾ.